ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീക്കെൻഡിലെ ഡീപ് ക്ലീനിങ് റുട്ടീൻ ആണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾക്ക് എപ്പോഴും വീട് ക്ലീൻ ചെയ്തിടുക എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്ന ഒരു ജോലിയല്ല. അതിങ്ങനെ ഒരു കണ്ടിന്യൂയിങ് ടാസ്ക് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ ഇഫക്റ്റ് കുറച്ചും കൂടി നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഡീപ് ക്ലീനിങ് റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലിസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീക്കെൻഡിൽ ഡീപ് ക്ലീനിങ് റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ നോക്കിയപ്പോഴത്തേക്കിനും ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മളുടെ ഈ ടൈൽസിന്റെ ഇടയിലുള്ള ഭാഗം, വാഷ്റൂമിലെ ആ ഒരു ഏരിയയിൽ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. എനിക്ക് അത്ര സുഖമൊന്നും ഇല്ലാതെ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഏരിയ ഒന്നും അങ്ങനെ ഡീപ് ക്ലീനിങ് ചെയ്യാതിരിക്കുവായിരുന്നു കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒന്ന് നനയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് നമ്മളുടെ ബേക്കിംഗ് സോഡയില്ലേ, അതിട്ട് കൊടുത്ത് സോഡ ഒന്നൊരു പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഒരുപാട് അങ്ങ് വാട്ടറി ആവണ്ട, നമുക്കിങ്ങനെ ഒരു കുഴഞ്ഞിരിക്കത്തില്ലേ, അതേപോലെ ആയതിനു ശേഷം ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഭാഗത്തെല്ലാം തന്നെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ചു നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈ ബേക്കിംഗ് സോഡ അവിടെ ഇരുന്നിട്ട് ഇതിനെ അങ്ങ് ക്ലീൻ ചെയ്യാനുള്ള വർക്ക് അങ്ങ് ചെയ്തോളും. അപ്പൊ ഇത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി കാര്യം ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ഞാന് ഇത് നല്ലതുപോലെ എല്ലായിടത്തും ആ ഒരു കൂടുതൽ അഴുക്കുള്ള സ്ഥലത്തെല്ലാം അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാട്ടോ വന്നെടുക്കുന്നത്. ഒരു 1 അവറിനൊക്കെ ശേഷമാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇത് പിന്നീട് വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് വളരെ കുറച്ച് മതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടൊക്കെ ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും. ഗ്രൗട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡയുടെ മിക്സ്ചർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രൗട്ട് വളരെ പെട്ടെന്ന് തന്നെ അഴുക്കാവുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ എസ്പെഷ്യലി വാഷ്റൂമിലൊക്കെ ആവുമ്പോഴത്തേക്കിനും ഇങ്ങനെ അതിനകത്ത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അഴുക്കാവും. അപ്പൊ അതിന് ഒരു വീക്കെൻഡിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് നാള്, ഏറെ നാള് ഇതിന്റെ ഒരു എഫക്റ്റ് നിലനിൽക്കും കേട്ടോ. അത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഇതിപ്പം വാഷ്റൂമിലാണെങ്കിലും അതേപോലെ വാഷ് ബേസിനടുത്തുള്ളത്, പിന്നെ കിച്ചണിലൊക്കെയാണ് മെയിൻലി ഗ്രൗട്ട് പെട്ടെന്ന് തന്നെ ഇതേപോലെ അഴുക്കാവുന്നത്. അതിന് ഈ ഒരു ബേക്കിംഗ് സോഡയുടെ മിക്സ്ചർ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഈ കെമിക്കൽസ് യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം കൂടുതലും ആളുകൾക്ക് ഈ ഒരു കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ക്ലീനിങ് നല്ല ബുദ്ധിമുട്ടാവാറുണ്ട്. ഈവൻ എനിക്കാണെങ്കിലും ഞാനിപ്പോൾ കെമിക്കൽസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ തലവേദന എടുക്കും. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം മാക്സിമം നമ്മളുടെ ക്ലീനിങ്ങിൽ ചില കാര്യങ്ങളിൽ ഇപ്പം നമുക്ക് കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതൊരു കുറച്ചൊരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ്. നമ്മൾ ഇതിനകത്ത് കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എൻവയോൺമെന്റിനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടും ഉണ്ടാവുന്ന ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഷവറിന്റെ ഏരിയ ഉണ്ടല്ലോ, ഷവർ ഏരിയ, പിന്നെ അതേപോലെ തന്നെ ആ ഒരു നമ്മളുടെ പൈപ്പ്, ആ സംഭവങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ജിഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് കണ്ടത്. ഇതിനകത്ത് ഇപ്പം കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ ഫ്രീ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ആ സാധനം അവിടെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം അതിനെ അവിടെ ആ ഒരു കുറച്ച് അഴുക്കും ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ടും അതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം കൊടുക്കണം. ഒരു 1 അവറിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു എഫക്റ്റ് തീരെ ഇല്ല. അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ, മണം ഒന്നും ഇല്ല, നമുക്കിങ്ങനെ മൂക്കിലോട്ട് അടിച്ചു കയറുന്ന തരത്തിലുള്ള സ്മെല്ലില്ല, അതേപോലെ തലവേദന എടുക്കുകയോ ഒന്നുമില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ജിഫ് എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കും. നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാനും അതേപോലെ സിങ്കിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി ഉപയോഗിക്കാറുള്ളത്. ഇനി നമ്മളൊരു ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺസ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇവിടെയും നമ്മൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ ഉപയോഗിച്ച കെമിക്കൽസ് യൂസ് ചെയ്യേണ്ട ക്ലീനിങ്ങിനെന്നുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗട്ട് ക്ലീൻ ചെയ്യാനാണെങ്കിൽ നമ്മളുടെ ബേക്കിംഗ് സോഡയുടെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, വെള്ളം ഉപയോഗിച്ചിട്ട് എടുക്കുന്നത്, അതെടുത്തിട്ട് ചെയ്യാം ഈസി ആയിട്ട്.
അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ എടുക്കാം. അപ്പം ഇതാണ് നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നതിന് മുൻപുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചെയ്യുന്നതും നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഇതിനെ നമുക്കൊരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 1 അവറിനൊക്കെ ശേഷം ഇത് വന്നിട്ടൊന്ന് നല്ലതുപോലെ സ്ക്രബ് ചെയ്തെടുത്താലും മതിയേ. ഈ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ്റൂമിലുള്ള മിററും ക്ലീൻ ചെയ്യാം. അടുത്ത് ചെയ്യുന്നത് നമ്മളുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തുണികൾ, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളുടെ മോപ്പ് സ്റ്റിക്കിൽ വരുന്ന ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലാട്ടോ ഇത് ക്ലീൻ ചെയ്യുന്നത്. വാഷ് ചെയ്യാൻ പറ്റുന്ന കാർപ്പറ്റ്സ് ഉണ്ടല്ലോ, അതും ഇതിന്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. താഴെ ഈ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കട്ടിയുള്ള മെറ്റീരിയൽ തുണിയൊക്കെ വരുന്നതാണെങ്കിൽ അത് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റത്തില്ല. അല്ലാത്ത എല്ലാം തന്നെ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വാഷ് ചെയ്യാലോ. ഈ ടൈപ്പ് കാർപ്പറ്റ് ആയിരുന്നു വാഷ്റൂമിന്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഈ വെള്ളം ആയിട്ട് വരുമ്പോഴത്തേക്കിനും ഒരു കൊള്ളത്തില്ലാത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങി. അങ്ങനെ ഇവിടെയും ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ടൈപ്പ് കാർപ്പറ്റാ. ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാം, ആ ഒരു അടിയിലത്തെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നല്ല കട്ടിയുള്ളതാ. എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, ഇങ്ങനത്തെ കാർപ്പറ്റ്സ് വെള്ളം വരുന്ന സ്ഥലത്ത് ഇടുമ്പോഴത്തേക്കിനും അതിനകത്തുനിന്നൊരു ഫൗൾ സ്മെല്ല് വരും. അപ്പൊ അതുകൊണ്ട് അതെടുത്തിട്ട് അത് നമുക്ക് വാഷിംഗ് മെഷീനിലൊന്നും കഴുകാനായിട്ട് പറ്റത്തുമില്ല. അപ്പം അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെയുള്ള, അതായത് താഴെയാണെങ്കിലും ആ ഒരു ക്ലോത്ത് തന്നെയുള്ള കാർപ്പറ്റ് മാറ്റുക ചെയ്യുന്നത്. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വാഷ് ചെയ്യാം. അപ്പം ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ലിസ്റ്റ്. അപ്പം ആ ലിസ്റ്റിൽ കുറച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഇവിടം വരെയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു ക്ലീനിങ് മെറ്റീരിയൽസ്, അതേപോലെ തന്നെ കാർപ്പറ്റ്, അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് വരെ എത്തിയിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു AC ഡക്റ്റ് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇത് ഇപ്പം എല്ലാ റൂമിലെയും കൂടെ ഒരുമിച്ച് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളുടെ വീക്കെൻഡ് ഈ ഒരു ഡീപ്പ് ക്ലീനിങ് റുട്ടീനിൽ ഓരോന്ന് അല്ലെങ്കിൽ 2 എണ്ണം വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ടയേർഡ് ആവുമല്ലോ. അപ്പം ഈ വീക്കില് ഈ ഒരു ഡക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളേ. പിന്നെ ഈ ഒരു AC ഡക്റ്റിന്റെ താഴെയുള്ള ഭാഗം ഇല്ലേ, ആ ഒരു ഡോറിന്റെ മുകളിലുള്ള ഭാഗം, അവിടെയും ഇതേപോലെ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ പൊടി അടിയാറുണ്ട്. അപ്പം അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞാനിപ്പം യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പം ഇതും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഈ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരുവിധം കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് കുഴപ്പമില്ല, അതിപ്പോ നെക്സ്റ്റ് വീക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഈ ഒരു വീക്കിലെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു വീഡിയോ മോട്ടിവേഷൻ ആകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുൻപും ക്ലീനിങ് റുട്ടീൻ്റെ ഒക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹോം ഓർഗനൈസിങ് ആൻഡ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പല ടൈപ്പിലുള്ള ക്ലീനിങ് റുട്ടീൻ, അതേപോലെ തന്നെ പല സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റു വീഡിയോസും ഇഷ്ടമാകും. അപ്പോൾ കണ്ടു നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.